വോട്ട് കിട്ടുക, അധികാരത്തിൽ വരിക, 5 വർഷമേ നമുക്ക് ഭരിക്കാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞ ഇലക്ഷനിൽ സമൂഹത്തെ ഈ വോട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്ലീസ് ചെയ്യാം, ആരെ പ്ലീസ് ചെയ്യണമെന്ന് ഇവർക്കറിയാം. കാരണം എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇന്ന കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്താൽ എനിക്ക് ഇത്ര വോട്ട്. അത് ഈസി മണി എന്ന് പറഞ്ഞ പോലെയാണത്. ഈസി ആയിട്ടുള്ള പണിയാണ്. ഇപ്പൊ എനിക്ക് ഇന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അങ്ങ് സുഖിപ്പിച്ചാൽ ഇത്ര വോട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഓരോ വീട്ടിൽ കയറി വോട്ട് മേടിക്കണ്ട. അപ്പൊ പണി എളുപ്പമാ. എന്റെ ആശയം പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, എന്റെ വിഷൻ പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, ഭാവി കേരളത്തിലേക്ക് നടപ്പാക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും പറഞ്ഞിട്ട് എനിക്ക് വോട്ട് മേടിക്കണ്ട. എനിക്ക് ഏറ്റവും എളുപ്പം ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങ് സുഖിപ്പിക്കുകയോ ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഒരു സംവിധാനം. അതല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഒക്കെ നടന്നു വരുന്ന രീതി. അത് കമ്മ്യൂണലായി മാറി പൊളിറ്റിക്സ്. അത് എല്ലാവരും അതിനെ പിന്തുടരേണ്ട ഒരു സ്ഥിതിയും വന്നു കഴിഞ്ഞു അല്ലേ. ഇപ്പം ഒരു മുന്നണി അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ മുന്നണിക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പം ഇതായി ഈ രാജ്യത്തിന്റെ ഡെമോക്രസി എന്നുള്ള അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു സ്വഭാവം. അതാണ് എൻ്റെ വിലയിരുത്തൽ. അതായത് പൊതുജനത്തിന് ഇതൊന്നും തിരിച്ചറിയാൻ കേരളം പ്രബുദ്ധരാണെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഒരു 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 കാര്യം ഇവന്റെ തലക്കകത്ത് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തെ രാഷ്ട്രീയ തന്ത്രപൂർവമായിട്ട് ഹൈജാക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പം ഈ പറഞ്ഞ സാധനം മാത്രം തലക്കകത്തിരിക്കുന്ന ഒരാളെ വളരെ എളുപ്പത്തിലേക്ക് കൊണ്ടുപോകാം. 2, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചതോടുകൂടി അവന്റെ വിശ്വാസത്തിൽ അവന് കൂടുതൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന പോലെയാണ് ഇതിന്റെ ആൽഗോരിതം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഒരു മതത്തെ ചീത്ത പറയുന്ന വീഡിയോ, മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വീഡിയോയും അതേ സ്വഭാവത്തിലുള്ളതായിരിക്കും. പിന്നെ അങ്ങനെ 2 വീഡിയോ നിങ്ങൾ കണ്ടാൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് വരുന്ന പുഷ് ചെയ്ത് വിടുന്നത് അത്തരം വീഡിയോകളായിരിക്കും. അപ്പൊ ഇത് കാണുന്ന ഒരാളുടെ ഒരു മാസം കഴിയുമ്പോഴത്തെ ഇവന്റെ ചിന്ത എന്താ, എല്ലാവരും ഇങ്ങനെയാ ചിന്തിക്കുന്നതെന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. അവൻ അത് മാത്രമേ കാണുന്നുള്ളൂ. ഇതാരെങ്കിലും രാഷ്ട്രീയ നേതാവോ സാമുദായിക നേതാവോ ഈ സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നീ കാണുന്ന വീഡിയോ അല്ല ബാക്കിയുള്ളവർ കാണുന്നത്. നിന്റെ സ്വഭാവം ഇതാന്ന് അറിഞ്ഞുകൊണ്ട് ഗൂഗിളിന്റെ ആൽഗോരിതം പുഷ് ചെയ്ത് വിടുന്നതാണിത്. ഫേസ്ബുക്കിന്റെ ആൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിനക്കിഷ്ടം, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹിന്ദുവിനെ മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന വീഡിയോയാണ് ഇഷ്ടമെന്ന് അവൻ മനസ്സിലാക്കും. ആ ട്രെൻഡ് അത് മനസ്സിലാക്കിയിട്ട് അത്തരം വീഡിയോകളായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുക. അത്തരം കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് മുഴുവൻ കിട്ടുക. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, നമ്മൾ എന്ന് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിനെ ചീത്ത പറയുന്ന കിട്ടുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിമിനെ ചീത്ത പറയുന്ന കുറെ ആളുകളുടെ വീഡിയോ ആയിരിക്കും വേറൊരാൾ കാണുന്നത്. അവന് തുടർന്ന് കിട്ടുന്നത് മുഴുവൻ ഈ മുസ്ലിമിനെ ചീത്ത പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആണ്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം, അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോ എക്സസൈസ് ഇഷ്ടമുള്ള ഒരാളാണ്, ബോഡി ബിൽഡിംഗ് ഇഷ്ടമുള്ളതാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിന്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ, തുടർന്ന് വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ബോഡി ബിൽഡിങ്ങിന്റെ ആയിരിക്കും. അതിന്റെ അർത്ഥം ലോകത്ത് വേറെ ആരും വേറൊന്നും ചെയ്യുന്നില്ലെന്നാണോ? ഈ മണ്ടൻ വിശ്വസിക്കുകയാണ് ലോകത്ത് എല്ലാവരും ബോഡി ബിൽഡിംഗേ മാത്രമേ ഉള്ളൂ, ഈ യൂട്യൂബ് തുറന്നാൽ ബോഡി ബിൽഡിംഗേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ചാൽ ആ മണ്ടനെ പിന്നെ എന്ത് പറയാനാ? ആ മണ്ടൻ അങ്ങനെ ഇപ്പം അതിന്ന് മാറ്റാൻ അവരുടെ നേതാക്കന്മാർക്കോ സമുദായ നേതാക്കന്മാർക്കോ ഒന്നും ശ്രമിക്കാറുമില്ല. അവരൊന്നും ശ്രമിക്കാറുമില്ല. അല്ല, എന്തിനാ ശ്രമിക്കുന്നത്? അവരുടെ ജോലി പോവില്ലേ? അത് മാത്രമല്ല, ഗവൺമെന്റുകൾ തന്നെ എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കൂടിയ ഒരു ജനത വലിയ സൗകര്യങ്ങൾ ആവശ്യപ്പെടില്ലേ? സൗകര്യങ്ങൾ മാത്രമല്ല, പെർഫോം ചെയ്യേണ്ടതായിട്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയക്കാരും മോശക്കാരല്ല. അപാരമായ ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ലെവലിൽ എത്താൻ കഴിയൂ. ഒരു സാധാരണക്കാരനോ സാധാരണ ചിന്തയിലുള്ളവനോ ഇന്നത്തെ ഒരു MLA പോലും ആകാൻ പറ്റില്ല. കാരണം ഒരു MLA എങ്കിലും ആകാൻ സാധാരണഗതിയിൽ വലിയ പാർട്ടികളിൽ അല്ല, ചെറിയ പാർട്ടികളിലൊക്കെ ആണെങ്കിൽ MLA പോലും ആകണമെങ്കിൽ ഇടിച്ച് കയറി ബാക്കിയുള്ളവരെ ഒതുക്കി അവനെ വെട്ടി അവിടെ എത്തുക എന്ന് പറയുന്നത് അപാരമായ കഴിവുകൾ വേണം. പക്ഷെ ആ കഴിവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിലേക്കാണ് കൂടുതൽ പോകുന്നത്. അത് രാഷ്ട്ര നിർമ്മാണത്തിലോ അവർക്ക് ഈ പറഞ്ഞ രാഷ്ട്ര നിർമ്മാണത്തിന്റെ വിഷനിലേക്കോ ഒന്നും അധികം പറ്റാറില്ല. ഞാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഏത് മുന്നണിയുടെയും നേതാക്കന്മാർ മോശക്കാരാണെന്ന അഭിപ്രായക്കാരനില്ല. ഞാൻ ഇവരൊക്കെ ആയിട്ട് പേഴ്സണലായിട്ട് കഴിവിന്റെ കാര്യത്തിൽ ഞാൻ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു സത്യം പറയാം,
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, ഇവിടുത്തെ മന്ത്രിമാരാവട്ടെ, BJP-യുടെ പല നേതാക്കന്മാരും ആവട്ടെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾ ഈ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവരുടെയും. ഞാൻ അവരോടൊക്കെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പുരോഗമനപരമായ ചിന്ത തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഇവരൊക്കെ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും അല്ല, കാര്യം പറയാം, പക്ഷെ അതുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് വോട്ട് കിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ സോക്കോൾഡ് മണ്ടന്മാരെ കൈകാര്യം ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്ന് അവർക്കറിയാവുന്നത്. പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങളും വികാരങ്ങളും തന്നെയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. മതത്തെക്കുറിച്ചുള്ള ചിന്ത, അത് മതപാർട്ടി എന്ന് കരുതുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവര് പോലും പങ്കുവയ്ക്കുന്ന മതത്തെക്കുറിച്ചുള്ള ചിന്ത സമാനമാണ്. അതിൽ നിന്നാണ് ഞാൻ പോലും ആശയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അവര് പക്ഷേ അവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ മതചിന്ത എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു മത തീവ്രവാദിയെ പോലെ തന്നെ അവർ വർത്തമാനം പറയും. പക്ഷെ അവരുടെ സത്യസന്ധമായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ നല്ല മനുഷ്യരാണ്. അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വളരെ വളരെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പോകണമെന്നും ഈ ശരിയായ പോസിറ്റീവായ ശാസ്ത്രബോധത്തോടെ യുക്തിബോധത്തോടെ പോകണമെന്നും ചിന്തിച്ചവർ തന്നെയാണ്. പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എനിക്ക് ഇപ്പൊ സഫാരി ചാനല് നടത്തി 13 കൊല്ലമായി. ഇതിൽ ചരിത്രമിലൂടെ എന്നുള്ള പരിപാടിയിൽ തന്നെ ഈ മിക്കവാറും കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിൽ കുറേ 5 വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവരൊക്കെ ആയിട്ട് അടുത്തിടപെടാനും പല കാര്യങ്ങൾക്കും നിരവധി പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെ നല്ല സൗഹൃദം എനിക്ക് ഇവരൊക്കെ ആയിട്ടുണ്ട്. അവരിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബഹുഭൂരിപക്ഷം പേരും വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന, ശാസ്ത്രബോധത്തോടെ ചിന്തിക്കുന്നവരെ ബഹുഭൂരിപക്ഷം പേരും. ശരിക്കും പൊതുജനം, സാധാരണക്കാരൻ, ഇപ്പം ചിലപ്പോൾ പൊതുജനം കഴുതാന്നൊക്കെ പറയും, ഈ പൊതുജനത്തിന് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇവരത് മനസ്സിലാക്കിക്കുന്നില്ല. ഇത് അങ്ങനെ മനസ്സിലാക്കരുതെന്ന് ഇവരും ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഏറ്റവും എളുപ്പത്തിൽ 10 വോട്ട് സമാഹരിക്കാൻ കിട്ടുന്ന ടെക്നിക്കുകളാണ് ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈസി മണി എന്ന് പറഞ്ഞാൽ ഈസി വോട്ടാണ്. അവിടെ ഏറ്റവും എളുപ്പമുള്ള പണി, മനുഷ്യനെ അങ്ങ് ധ്രുവീകരിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം മറ്റവൻ വോട്ട് ചെയ്യുമായിരിക്കും, മറ്റൊരു വിഭാഗം മുഴുവൻ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇത് പൊളിറ്റിക്സ് ഒരു ബിസിനസ് ആയിട്ടാണ് ഇവർ കാണുന്നത്. എക്സാക്ട്ലി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പാർലമെന്റ് ഇലക്ഷനിൽ ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു നല്ല കാൻഡിഡേറ്റിനെ മത്സരിക്കണമെങ്കിൽ എത്ര കോടി വേണമെന്നറിയോ? 25 എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ 20 നിയോജകമണ്ഡലത്തിലെ കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഒരു വ്യവസായം നടത്തി അത്രയും പൈസ വരുമാനം ഉണ്ടായത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബക്കറ്റ് പിരിവിലൂടെ അത്രയും പൈസ ഇവിടെ കിട്ടുന്നത്? ഒരു അസംബ്ലി ഇലക്ഷനും ഒരു പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും കഴിയുമ്പോൾ ഒരു 5 വർഷത്തിൽ എത്ര കോടി രൂപ ഒരു പാർട്ടിക്ക് വേണം? 2, ആ ഇലക്ഷൻ മാത്രം പോരല്ലോ, ആ പാർട്ടി സംവിധാനം അല്ലാത്ത സമയത്തും പ്രവർത്തിക്കണ്ടേ? അപ്പൊ എത്ര കോടി രൂപ വേണം? അപ്പൊ ഇത്രയും കോടികൾ, ഒരു 1000-1500 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ, കാരണം അവരുടെ ഓഫീസുകൾ, അവരുടെ ഈ പിരിവ് എന്ന് പറയുന്ന സാധാരണക്കാരൻ കൊടുക്കുന്ന 100 രൂപ, 50 രൂപ, 150 രൂപ കൊണ്ടൊന്നും അല്ല, അത് ഓടില്ലല്ലോ. അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം, പണമില്ലാതെ രാഷ്ട്രീയമില്ല, പണമില്ലാതെ പൊളിറ്റിക്സ് ഇല്ല. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസന്ധിയിലാവുന്നത് എപ്പോഴാ? പണത്തിന്റെ വരവ് നിൽക്കുമ്പോൾ മാത്രമാണ്. പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ പണമാണ് ഏറ്റവും വലിയ ഫാക്ടർ പൊളിറ്റിക്സിന്റെ. അത് ആ ചോദ്യം വളരെ ബാലിശമായി പോയി എന്റെ അഭിപ്രായം. പണം ഇതിനകത്ത് ബിസിനസ് ആണോ എന്ന് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് പൊളിറ്റിക്സ് ആണ്. ഇന്ത്യയിലെ ലോകത്തെ തന്നെ. ഈ ഡൊണാൾഡ് ട്രംപ് ആരാ? പൊളിറ്റീഷ്യനാണോ ബിസിനസ്സുകാരനാണോ? ബിസിനസ്സുകാരനാണ്. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ, അവിടുത്തെ സർക്കാരുകൾ തന്നെ ഓടുന്നത് അവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. ബിസിനസ്സുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കുന്നത് തന്നെ അവിടെ. രാഷ്ട്രം ഓടുന്നത് തന്നെ ബിസിനസ്സിലാണ്. അതെ, പക്ഷെ എന്നാലും ഇതിൽ കടന്നു കൈയായിപ്പോയിന്ന് മാത്രം. ഇദ്ദേഹം ഇത് പണ്ടും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇദ്ദേഹം ഇപ്പോ അത് പ്രകടമായി വരുന്നു. പണ്ട് ഒളിച്ചു വെച്ചിരുന്ന് നിന്ന് തുറന്നു. അത് നമുക്കറിയാമല്ലേ, നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയത്. അമേരിക്കക്കാരന്മാർ മണ്ടന്മാരായി പോയത് കൊണ്ടാണോ, അതോ പുതിയ ലോകത്തെല്ലാം ഇങ്ങനത്തെ ഒരു സാഹചര്യമാണോ? ഈ ഓരോ സമൂഹത്തെയും രാഷ്ട്രീയ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ കരുതുന്ന പോലെ പൊട്ടന്മാരല്ല ഇവരൊന്നും. നമ്മൾ പലരെയും പരിഹസിക്കും, ഈ മണ്ടൻ ഇത് കൂട്ട് ചെയ്യുന്നു, ഈ മന്ത്രി ഒരു മണ്ടനായിപ്പോയി എന്നൊക്കെ പറയുന്നത്. സുഹൃത്തെ, അയാൾ മണ്ടനായിരുന്നു, നിങ്ങളെപ്പോലെ കൂലിപ്പണിയും ചെയ്ത് അല്ലെങ്കിൽ പറമ്പിൽ കളച്ച് നിന്നേനെ. അയാൾ ബുദ്ധിമാനായത് കൊണ്ടാണ് ഇപ്പൊ മന്ത്രി ആയത്. അയാൾ മണ്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളുടെ അഭിനയമാണത്. അത് അമേരിക്ക, അവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയുന്നത്. അപ്പോ അവിടുത്തെ ഓരോ മനുഷ്യനെയും കൺവിൻസ് ചെയ്യാൻ
അവർക്ക് വേണ്ട ഓഫറുകൾ കൊടുക്കാൻ, ഇലക്ഷന് മുമ്പ് അവനെ ഒരു മായിക ലോകത്തേക്ക് എത്തിച്ച് അവനെ ഒരു ഹാലൂസിനേഷനിലേക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ പാർട്ടിക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇലക്ഷന്റെ മുമ്പ് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നിരന്തരമായ പ്രചാരണങ്ങളിലൂടെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന, അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന ആ പ്രോസസ് അറിയാമല്ലോ, അതിലൂടെ ഒരു ഹൈപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പണ്ട് ഏതോ ഒരാൾ പറഞ്ഞ, പൊതുജനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല, ഇത് ലോകത്തിൽ മുഴുവൻ ആപ്ലിക്കബിൾ ആയ ഒരു കാര്യമാണ്. അതിന് അമേരിക്ക എന്നോ ഇന്ത്യ എന്നോ വ്യത്യാസമില്ല. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നോക്കിയാൽ പോലും മനസ്സിലാവും. കാരണം അത്രേ പൊതുസമൂഹത്തെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് അവരെ കൊണ്ട് എങ്ങനെ വോട്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് പഴയ ഒരു കാലഘട്ടത്തിലാണെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് അത് അദ്ദേഹം മോശക്കാരനോ നല്ലതെന്നുള്ളതല്ല, ഒരു ബിസിനസ്സുകാരൻ, പ്രകടമായ ബിസിനസ് നടത്തുന്ന ഒരാൾ, ഒരു ബിസിനസ് ടൈക്കൂൺ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം വോട്ട് ചെയ്യണോ നിർബന്ധമില്ല പണ്ടാണെങ്കിൽ. അത് മാത്രമല്ല, ഇയാളുടെ മറ്റതെല്ലാം വിട്ട് അയാളുടെ ഒരു വ്യക്തിപരമായ അയാളുടെ ഒരു പെരുമാറ്റം തന്നെ മാന്യത ഒട്ടുമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണല്ലോ. അത് കണ്ടിട്ട് അമേരിക്കക്കാർ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ അമേരിക്കക്കാര് എന്ന് പറയുന്ന പൊതുസമൂഹം നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അമേരിക്കയിലെ ബുദ്ധിജീവി വിഭാഗത്തിന് അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും കുറച്ച് മെച്ചമാണെന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അല്ലാതെ അവിടുത്തെ സാധാരണ കർഷകനും നമ്മുടെ ഒരു സാധാരണ കർഷകനും തമ്മിൽ ബുദ്ധിപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ അവനേക്കാൾ വിവരവും കുറച്ചുകൂടെ ലോക വിവരവും നമ്മുടെ നാട്ടിലെ കർഷകർക്കായിരിക്കും. അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർക്കുള്ളതിനേക്കാൾ വിവരം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർക്കുണ്ടെന്ന് എത്രയോ തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ബുദ്ധിമാന്മാരായ ആളുകൾ നയിക്കുന്ന ക്രീമി ലെയറായ ഒരു ബുദ്ധിമാന്മാരുടെ ഒരു സമൂഹത്തിന് അവിടെ സേ ഉള്ളത് കൊണ്ടും അവരാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടും ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന ഒരു ജനസമൂഹം ഉള്ളത് കൊണ്ടും അവർ മുകളിൽ നിൽക്കുന്നു. നമ്മളെ ഈ നയിക്കുന്നത് വലിയ ഈ പറഞ്ഞ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത പ്രൊഫഷണൽ അല്ലാത്ത ആളുകളായതുകൊണ്ടും പ്രൊഫഷണൽ സിസ്റ്റംസ് നമുക്ക് ഉണ്ടാക്കാത്തതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടെ അലമ്പായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഹൈവേയിൽ നോക്കിയാൽ തന്നെ അറിയാമല്ലോ.